ദാസന്മാരായിട്ട് കരുതിക്കൊള്ളണമെന്ന് ഈ വിധത്തിൽ വളർത്തിക്കൊണ്ടുവന്ന മക്കൾ ചിലപ്പോൾ തിരിഞ്ഞു നിൽക്കുന്ന അനുഭവം. ഇന്ന് ധാരാളം കുടുംബങ്ങളിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വേദനിക്കുന്ന മാതാപിതാക്കളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, മക്കളെ വളർത്തിക്കൊണ്ടുവരിക എന്നത് നിങ്ങളുടെ കടമയാണ്. പക്ഷെ സ്നേഹിക്കണമെന്ന് നമുക്കാരെയും നിർബന്ധം പറയുവാനായിട്ട് സാധിക്കില്ല. സ്നേഹമെന്ന് പറഞ്ഞ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്നതാണെങ്കിൽ ഒരുപക്ഷെ നമ്മളെ സ്നേഹിക്കാനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് കൂടി പരിശോധിക്കുന്നതും ഈ അവസരത്തിൽ നല്ലതാണ്. അപ്പോൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. കാരണം സ്വന്തം രക്തത്തിൽ പിറന്ന മക്കൾ തങ്ങൾക്കെതിരായിട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരു അപ്പനെ സംബന്ധിച്ച് ഒരു അമ്മയെ സംബന്ധിച്ച് മനസ്സിലാക്കാനായിട്ട്? ഇവിടെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 107-ാം സങ്കീർത്തനം 20-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, അവൻ തന്റെ വചനമയച്ചവർക്ക് സൗഖ്യം കൊടുത്തു. അവൻ തന്റെ വചനമയച്ച് അവർക്ക് സൗഖ്യം കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 15 മുതൽ നമ്മൾ അത് തന്നെയാണ് വായിക്കുന്നത്. ഞാൻ പറഞ്ഞ വചനങ്ങൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. നാം ഇപ്പോൾ കേൾക്കുന്ന ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ ദൈവം നമ്മുടെ ചിന്തയെ മാറ്റിക്കൊണ്ടിരിക്കുക. നമ്മുടെ നിഷേധാത്മകമായ ചിന്തകളെ, നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ ദൈവമായ കർത്താവ് തൻ്റെ വചനം നൽകിക്കൊണ്ട്, ശുദ്ധമായ വചനം നൽകിക്കൊണ്ട്, ശുദ്ധമായ ചിന്ത നൽകിക്കൊണ്ട് ഡയാലിസിസ് നടത്തി അശുദ്ധ രക്തത്തെ മാറ്റി ശുദ്ധരക്തം നമ്മിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളോട് പണ്ട് കാർന്നവന്മാർ തന്നെ പറഞ്ഞു തന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുത് എന്ന്. മാവിൽ പൂവിട്ടെന്നോർത്തുകൊണ്ട് ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ കായ്ക്കാം, ചിലപ്പം പൂത്താൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഫലം കിട്ടിയെന്നിരിക്കും. അത് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യുക, അതിനുശേഷം പ്രയോജനമില്ലാത്ത ദാസന്മാരായി കരുതിക്കൊള്ളണമെന്ന്. കാരണം 21-ാം നൂറ്റാണ്ട് സഹനങ്ങളുടെ നൂറ്റാണ്ടാണ്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം കേരള സഭയ്ക്ക് ദൈവം തമ്പുരാൻ സഹനങ്ങളുടെ മധ്യസ്ഥയായിട്ട് പരിശുദ്ധ അൽഫോൻസാമ്മയെ തന്നെ നൽകിയത്. നമ്മളൊക്കെ ഇന്നൊരു സഹനങ്ങളുടെ നൂറ്റാണ്ടിലേക്ക് കടന്നുകൊണ്ടിരിക്കുക. ചിറകിൽ തീ പിടിച്ച മനുഷ്യരായി ഇന്ന് മലയാളികൾ. എവിടെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാലും ചിറകിൽ തീ പിടിച്ചിട്ട. ഈ ചിറകിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം പറന്നു തീരാൻ സാധിക്കും നമുക്കാർക്കും അറിയത്തില്ല. അഗ്നി വിഴുങ്ങിയ പക്ഷിയെപ്പോലെ ബഹളമാണ്, അസ്വസ്ഥതയാണ്. കാരണം ബന്ധങ്ങളെല്ലാം തകർന്നു. വീട്ടിലേക്ക് കയറി വരാനായിട്ട് ഇന്ന് പലപ്പോഴും മക്കൾക്ക് താല്പര്യമില്ല, മാതാപിതാക്കൾക്ക് താല്പര്യമില്ല. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു കുടുംബാന്തരീക്ഷത്തിലേക്ക് എങ്ങനെ കടന്നു വരാനായിട്ട് സാധിക്കും? അപ്പോൾ ഈ വ്യക്തി തന്നെ പറയുകയാണ്, ഈ മകൾ ഇനി അവധിക്ക് വന്ന ശേഷം തിരിച്ചു പോയ ശേഷമേ എനിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു സ്വസ്ഥതയുള്ളൂ എന്ന് പറയുന്ന അനുഭവം. അപ്പൊ ഇങ്ങനെയുള്ള തിക്ത അനുഭവങ്ങളുടെ നടുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം മാത്രമേ നമുക്ക് ആശ്വാസം നൽകുകയുള്ളൂ. അതുകൊണ്ടാണ് വിജ്ഞാന പുസ്തകം 16:12 ദൈവമായ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നത് മരുന്നോ ലേപനാഔഷധമോ അല്ല, ദൈവത്തിന്റെ വചനമാണ് നമുക്ക് സൗഖ്യം നൽകുന്നത്. ഈ ഇരിക്കുന്ന നമ്മൾ, the more you forgive, the more you will become divine. നീ എന്തുമാത്രം ക്ഷമിക്കുന്നവോ അത്രയും നീ ദൈവമക്കളായിട്ട് തീരും. മരിച്ചുകൊണ്ട് ദൈവമകളായി തീരുക, മരിച്ചുകൊണ്ട് ദൈവമകനായിട്ട് തീരുക. അതുകൊണ്ടാണ് ശതാധിപൻ പറഞ്ഞത്, ഇവൻ സാക്ഷാൽ ദൈവപുത്രനാ. ദൈവപുത്രന് മാത്രമേ ഈ തരത്തിൽ വേദനിപ്പിക്കുന്നവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയൊരു ടെൻഷനാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇനിയും ദൈവമക്കളായി തീർന്നിട്ടില്ല എന്ന് വീണ്ടും യോഹന്നാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. മരിച്ചുകൊണ്ട് മകളായി തീരുക, മരിച്ചുകൊണ്ട് മകളായി തീരുക. മനുഷ്യപുത്രി മരിച്ച ദൈവപുത്രിയായി മാറേണ്ടിയിരിക്കുന്നു, മനുഷ്യപുത്രൻ മരിച്ച് ദൈവപുത്രനായി മാറേണ്ടിയിരിക്കുന്നു. ക്ഷമിച്ചുകൊണ്ട് നമുക്ക് മനുഷ്യരായി തീരാം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഉപകാരങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്ത ചിലപ്പോൾ പല വ്യക്തികളുണ്ട്. മക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ എന്തുമാത്രം നന്മ ചെയ്ത ജീവിതങ്ങളായിരിക്കുന്നത്, എന്തുമാത്രം നന്മ ചെയ്ത മനുഷ്യരാണ് നമുക്ക് ചുറ്റുപാടുള്ളത്. പക്ഷെ പലപ്പോഴും ഇതെല്ലാം കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആരോട് ചൊല്ലുമീ ദുഃഖങ്ങളൊക്കെയും? ശ്രീയേശുനാഥ യേശുനാഥ എന്ന് പറഞ്ഞതുപോലെ തമ്പുരാന്റെ മുമ്പിലിരുന്ന് മാത്രം കരയാനേ സാധിക്കുകയുള്ളൂ. കാരണം വളർത്തിക്കൊണ്ടുവന്നവർ തിരിഞ്ഞ് തൊഴിക്കുന്ന ധാരാളം അനുഭവം. അതുകൊണ്ടാണല്ലോ നമ്മൾ വചനത്തിൽ വീണ്ടും വായിക്കുന്നുണ്ട്, ഇസ്രായേൽ കൊഴുത്ത് മല്ലനായി കഴിഞ്ഞപ്പോൾ അവൻ തന്നെ വളർത്തിയ ദൈവത്തെ തിരിഞ്ഞു തൊഴിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതുപോലെ തന്നെയാണ് വിജ്ഞാന പുസ്തകം 13-ാം അധ്യായത്തിലെ 1-ാമത്തെ വചനത്തിൽ വീണ്ടും ഒരു സൂചനയുണ്ട്. അത് മറ്റൊന്നുമല്ല, ശില്പത്തിൽ ശ്രദ്ധ പതിച്ച് അവർ ശില്പിയെ തിരിച്ചറിഞ്ഞില്ല. ശില്പത്തിൽ ശ്രദ്ധ പതിച്ച് അവര് ശില്പിയെ തിരിച്ചറിഞ്ഞില്ല. അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അനുഗ്രഹങ്ങൾ തന്നവനെ മറക്കുന്ന ഒരുപാട് വ്യക്തികളെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ അനുഗ്രഹദാതാവിനെ മറന്നിട്ട്, ദാതാവിനെ മറന്നിട്ട് ദാനത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമൂഹത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ഷമിക്കുക എന്ന് പറയുന്നത് മനസ്സിലാക്കുകയാണ്. എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കി. അതുകൊണ്ടാണ് ഈശോ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 4-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പിതാവേ അങ്ങനെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ അങ്ങയെ മഹത്വപ്പെടുത്തി. മാതാപിതാക്കളെ സംബന്ധിച്ച് തന്നെയാണ് പറയുവാൻ സാധിക്കുക.
മക്കളെ വളർത്തിക്കൊണ്ടുവരിക, അവർക്ക് വിദ്യാഭ്യാസവും വിവരവും കൊടുക്കുക, ദൈവത്തെയും കൊടുത്ത് വളർത്തുക എന്നുള്ളത് ഞങ്ങളുടെ കടമയായിരുന്നു. അത് ഞങ്ങൾ പൂർത്തിയാക്കി. ഇനി അവരുടെ ഉത്തരവാദിത്തമാണ് ഈ സ്നേഹത്തിന് പ്രതിസ്നേഹം നൽകുക എന്നുള്ളത്. അല്ലെങ്കിൽ മക്കളോട് പലപ്പോഴും വിദ്വേഷം വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന, വിരോധം വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന അനേകം മാതാപിതാക്കളെ നമുക്കിത് കാണാൻ സാധിക്കും. ക്ഷമിക്കുക, മനസ്സിലാക്കുക. കൃപയില്ലാത്ത എൻ്റെ മകൾ അങ്ങനെ ചെയ്യുന്നു, കൃപയില്ലാത്ത എൻ്റെ മകൻ അങ്ങനെ ചെയ്യുന്നു, എൻ്റെ ജീവിതത്തിൽ കൃപ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വലിയ ഒരു തിരിച്ചറിവ്, അറിവ് മാത്രം പോരാ, വലിയൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളും തമ്പുരാന്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും, അവനെ നോക്കിയവരൊക്കെ പ്രകാശത്തിലായി. 12 ശിഷ്യന്മാരും ഓടി ഒളിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, താൻ വളർത്തിക്കൊണ്ടുവന്നവർ ആരും തന്നെ സപ്പോർട്ട് ചെയ്യാനില്ലാതെ വരുന്ന അവസരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ, സങ്കടങ്ങളുടെ ഗത്സമനിയിൽ നമ്മൾ തന്നെ നിൽക്കേണ്ടി വരുന്ന അനുഭവത്തിൽ look to him and be radiant, അവനെ നോക്കി പ്രകാശിതരായി തീരുക. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തഴയപ്പെട്ടവരായി തീർന്ന അനുഭവങ്ങൾ ഉണ്ടാവാം, തള്ളിപ്പറയപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകാം, നമ്മളെ തോൽപ്പിക്കപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകാം, നമ്മളെ വെറും വസ്തുക്കളായിട്ട് കണ്ട ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം, നമ്മളെ അഭിനന്ദിക്കാത്തവരുണ്ടാവാം, നമ്മളെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചവർ കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു പിടി വ്യക്തികളെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ കുരിശിന്റെ ചുവട്ടിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ, പിതാവേ, ഇവർ ചെയ്തത് എന്തെന്ന് അവർ അറിഞ്ഞില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന്. ഇതുപോലെ തന്നെ നമ്മൾ വേദനിപ്പിച്ച എന്തുമാത്രം വ്യക്തികളുണ്ട്. നോമ്പ് കാലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. നോമ്പുകാലം എന്ന് പറയുന്ന ഒരു പരിധി വരെ തിരിഞ്ഞു നോട്ടത്തിനുള്ളൊരു സമയം കൂടിയാണ്. തകർന്നുപോയ ബന്ധങ്ങളെ വീണ്ടും തമ്പുരാനിലേക്ക് ചേർത്ത് കെട്ടാനുള്ളൊരു അവസരം കൂടിയാണ് നോമ്പുകാലം എന്ന് പറയുന്നത്. ഉയർപ്പ് തിരുനാളിന് ഒരുക്കമായിട്ട് 50 ദിവസം നോയമ്പ് ആചരിക്കുമ്പോൾ ഈ 50 ദിവസവും നമ്മുടെ ജീവിതത്തിൽ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിലെ 6-ാമത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദുഷ്ടതയുടെ കെട്ടുപൊട്ടിക്കുക, നുകത്തിന്റെ കയറുകൾ അഴിച്ചുവിടുക, മർദ്ദിതരെ സ്വതന്ത്രരാക്കുക, എല്ലാ നുകങ്ങളും ഒടിച്ചു കളയുക. ഇതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. ഉപവാസം എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുക, ദൈവം തമ്പുരാനോട് കൂടെ വസിക്കുക, വചനത്തോട് കൂടെ വസിക്കുക. വചനത്തോട് കൂടെ വസിച്ചു കഴിയുമ്പോൾ, വചനം നമ്മിൽ ആയി കഴിയുമ്പോൾ നമ്മിൽ സംഭവിക്കുന്ന 4 കാര്യങ്ങളാണ്. 1, ദുഷ്ടതയുടെ കെട്ടുപൊട്ടും. 2, നുകത്തിന്റെ കയറുകൾ അഴിഞ്ഞു പോകും. 3, മർദ്ദിതരായിട്ടുള്ള വ്യക്തികളെയൊക്കെ നമ്മൾ സ്വതന്ത്രരാക്കും. നമ്മുടെ മനസ്സിന്റെ ജയിലിൽ പലതരത്തിലുള്ള ആൾക്കാർ കിടപ്പുണ്ട്. റിമാൻഡ് തടവുകാർ കിടപ്പുണ്ട്, ജീവപര്യന്തം കണ്ണു തടഞ്ഞ് ശിക്ഷിക്കപ്പെട്ടവരുണ്ട്, അല്ലെങ്കിൽ കരുതൽ തടങ്കലിന് വേണ്ടി പിടിക്കപ്പെട്ടവരുണ്ട്, മുൻകൂർ പ്രശ്നം ഉണ്ടാക്കുമെന്ന് കണ്ടുകൊണ്ട് ചില അകത്തിട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒത്തിരി വ്യക്തികളെ പുറത്തേക്ക് വിടാനുണ്ട്. ഗ്രീക്ക് ഭാഷയിൽ ക്ഷമിക്കുക എന്ന വാക്കിന് 3 വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് അഫീമി എന്നൊരു വാക്ക് ഉപയോഗിക്കാം. അഫീമി എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം കടം ഇളച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നോമ്പ് കാലത്ത് നമുക്ക് ചെയ്യാവുന്ന വലിയൊരു കാര്യം കടം ഇളച്ചു കൊടുക്കുക. രണ്ടാമതായിട്ട് അപ്പലു എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട് ഗ്രീക്ക് ഭാഷയിൽ. അപ്പലു എന്ന വാക്കിന്റെ അർത്ഥം ജയിൽ തുറന്നു വിടുക എന്നുള്ളതാണ്. ക്ഷമിക്കുക സമം ജയിൽ തുറന്നു വിടുക. നമ്മുടെ മനസ്സിന്റെ ജയിലിൽ നിന്ന് മക്കൾ തൊട്ട് മാതാപിതാക്കൾ തൊട്ട് മരുമക്കളായിരിക്കും, ഇങ്ങനെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ബന്ധങ്ങളുള്ള ഒരുപാട് വ്യക്തികളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അവരോടെയൊക്കെ ഈ മനസ്സിന്റെ ജയിലിൽ നിന്നും തുറന്നു വിടാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ്, അതായത് ഉയർപ്പ് ഞായറാഴ്ച യഥാർത്ഥത്തിൽ ഈ ഉത്തിതന്റെ മഹത്വത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുക. പെസഹ വ്യാഴാഴ്ച അപ്പം മുഴുങ്ങുന്ന രീതി കൊണ്ട് കുടുംബത്തിൽ നമ്മൾ വിശുദ്ധ കുർബാന ആചരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഏറ്റവും അടിസ്ഥാനമായ ഒരുക്കമെന്ന് പറയുന്നത് അനുരഞ്ജനമാണ്. പൊരുതി അകലാതെ പൊറുത്തുകൊണ്ട് അടുക്കുക. പൊറുക്കണമെങ്കിൽ മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ നമ്മൾ പൊരുതി അകലില്ല. എൻ്റെ മക്കളോട് പൊരുതി അകന്നിട്ട് കാര്യമില്ല. ഈ വെറുപ്പും വിദ്വേഷവും ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ട് നടന്ന് എന്നെ എന്തിനാണ് ഞാൻ രോഗിയാക്കി മാറ്റുന്നത്? ഒരു മനുഷ്യ വ്യക്തിയുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും നശിപ്പിച്ച് കളയാനായിട്ട് വെറുപ്പിന് സാധിക്കുമെന്ന് ഹെബ്രായ ലേഖനം 12-ാം അധ്യായത്തിലെ 14-ാമത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിദ്വേഷത്തിന്റെ വേര് വളർന്നാൽ കൃപ നഷ്ടമാകാൻ സാധ്യതയുണ്ട്. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് കൃപ നഷ്ടമാകും. മനസ്സ് മരവിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഹൃദയം കഠിനമായി തീരാൻ സാധ്യതയുണ്ട്. ഭയം കൊണ്ട് നിറയും, അസ്വസ്ഥത കൊണ്ട് നിറയും. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ വീണ്ടും 4-ാം അധ്യായത്തിൽ 26-ാമത്തെ വചനത്തിൽ പൗലോസ് പറയുന്നത്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് പറഞ്ഞങ്ങ് തീർത്തേരെ. സൂര്യാസ്തമയത്തിന് മുമ്പ്, കാരണം നാളെ നമ്മൾ എഴുന്നേൽക്കുമോ എന്നറിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ പറയുവാനായിട്ട് സാധിക്കുമോ, അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ അല്ലെങ്കിൽ അടുത്ത മാസം ഇതുപോലൊരു വചന ശുശ്രൂഷയിൽ എനിക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കുമെന്ന്? അതുകൊണ്ട് ജീവിതത്തിന്റെ അന്ത്യം ഓർത്ത് ക്ഷമിക്കാനായിട്ട് പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ 2, 4, 6 വാക്യങ്ങളിലായിട്ട് 3 കാര്യങ്ങൾ പറയുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ പറയുകയാണ്,
തന്നെ പോലെയുള്ളവരോട് കരുണ കാണിക്കാതെ നിനക്കെങ്ങനെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും? കരുണ കാണിക്കാതെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കിട്ടില്ല. വീണ്ടും 4-ാമത്തെ വചനത്തിൽ പറയുകയാണ്, തന്നെ പോലെയുള്ളവരോട് ക്ഷമിക്കാതെ നിനക്കെങ്ങനെ ക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും? വീണ്ടും 6-ാമത്തെ വചനത്തിൽ ആത്മാവിൽ മഴവില്ല് തീർക്കുന്ന വചനം പറയുകയാണ്, പ്രഭാഷകൻ 28:6, ജീവിതത്തിന്റെ അന്ത്യോർത്തെങ്കിലും നമ്മൾ ക്ഷമിക്കണമെന്ന്. ജീവിതത്തിന്റെ അന്ത്യോർത്തെങ്കിലും ക്ഷമിക്കണം. ഒരു നല്ല മരണം കിട്ടാൻ വേണ്ടിയെങ്കിലും നമ്മൾ ക്ഷമിക്കണമെന്ന്. മറ്റുള്ളവരോട് മനസ്സിലാക്കുക. മറ്റുള്ളവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, കൃപയില്ലാത്തത് കൊണ്ടാണ് അവരത് ചെയ്തതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിന്റെ ജയിലിൽ നിന്ന് ഇവരെയൊക്കെ നമുക്ക് തുറന്നുവിടാനായിട്ട് സാധിക്കും. നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും എന്നെയും നിങ്ങളെയും അടക്കുവാനുള്ള പെട്ടി ഉണ്ടാക്കുന്ന മരം ഈ ഭൂമിയിൽ എവിടെയോ വളരുന്നുണ്ട്. എന്റെയും നിങ്ങളുടെയും മൃതനമസ്കാര ശുശ്രൂഷയ്ക്ക് ആവശ്യമായിട്ടുള്ള പെട്ടി ഉണ്ടാക്കാനുള്ള മരം ഈ ഭൂമിയിൽ എവിടെയോ വളരുന്നുണ്ട്. ആ മരം ഇതിനകം തന്നെ നമ്മളെ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെ വിരോധവും വിദ്വേഷവുമായിട്ടൊക്കെ നടന്നോ, നിന്നെ ഞാൻ അകത്താക്കിക്കൊള്ളാമെന്ന്. ജീവിതത്തിന്റെ അന്ത്യം ഓർത്തെങ്കിലും ക്ഷമിക്കാനായിട്ട് സാധിക്കട്ടെ. നമ്മൾ പലപ്പോഴൊക്കെ പറയാറുണ്ട് ദുർമരണങ്ങൾ സംഭവിച്ചുവെന്ന്. ഒരു വണ്ടി അപകടം ഉണ്ടായി കഴിഞ്ഞാൽ, ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും പല ആൾക്കാർ പറയാറുണ്ട് ദുർമരണം സംഭവിച്ചു, ദുർമരണം സംഭവിച്ചു എന്ന്. ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് അങ്ങനെ ഒരു ദുർമരണമേ ഇല്ല. എന്നാൽ ഒരു ദുർമരണം ക്രൈസ്തവ വിശ്വാസം അനുസരിച്ചുണ്ട്. ക്ഷമയില്ലാതെ വിദ്വേഷത്തോടു കൂടി വിരോധത്തോടു കൂടി ഇരിക്കുന്ന അവസരത്തിൽ നമ്മൾ മരിച്ചാൽ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ദുർമരണം നമ്മുടേതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിശുദ്ധ ദൈവാലയത്തിലേക്ക് നമ്മുടെ മൃതശരീരം കൊണ്ടുവന്ന് വെച്ചിട്ട് അണവാതിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ ആരും നമ്മുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് പറയാതിരിക്കട്ടെ, ചേട്ടാ ചേട്ടത്തി നമ്മുടെ കാര്യം ഒന്ന് പരിഹരിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്ന ഉത്തരിപ്പ് കടം വരുത്തി വെക്കാതെ കടന്നു പോകാനായിട്ട് സാധിക്കണമെങ്കിൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ വചനത്തിന്റെ പൊരുളൊന്ന് മനസ്സിലാക്കി തരണമേ എന്ന് നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. യേശു തമ്പുരാനോട് കൂടി നമുക്കും പ്രാർത്ഥിക്കാം. പിതാവേ, അവർ ചെയ്തതെന്തെന്ന് അവർ അറിഞ്ഞില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന്. ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരുടെ നമ്മുടെ ശരീരത്തിലും ആത്മാവിലും സൗഖ്യം നിറയുകയാണ്. ക്ഷമയിലൂടെ സൗഖ്യം ലഭിക്കുന്നത് ഈ വിധത്തിലാണ്. വിരോധമുള്ളവരോട് നമ്മൾ ആ വിരോധത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, കൃപയില്ലാത്ത ഒരു നിമിഷത്തിൽ അവർക്ക് തെറ്റുപറ്റി, കൃപയില്ലാത്ത ഒരു നിമിഷത്തിൽ നമുക്കും തെറ്റുപറ്റി. നമ്മളൊക്കെ മനുഷ്യരാണ്. അതുകൊണ്ട് ക്ഷമയെന്ന് പറയുന്ന ഒരു കലയാണ്. ഒരു ഫോട്ടോഗ്രാഫർ ആദ്യമായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പഠിക്കുമ്പോൾ പല വിധത്തിലും പലതരത്തിലും ഒക്കെ എടുത്തു നോക്കുമ്പോൾ ചില അപൂർണതകളും അപാകതകളും ഒക്കെ കാണാൻ സാധിക്കും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നിരന്തരമായ പരിശീലനത്തിലൂടെ, പ്രാക്ടീസിലൂടെ ആ വ്യക്തിക്ക് നല്ല സുന്ദരമായ രീതിയിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതുപോലെ പറയുന്നത് ഫോർഗീവിങ് ഈസ് ആൻ ആർട്ട്. ക്ഷമയെന്ന് പറയുന്ന ഒരു കലയാണ്. നമുക്കിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട വലിയൊരു കലയാണ് ക്ഷമയെന്നുള്ളത്. നമുക്കറിയാൻ സാധിക്കും, ചോദിച്ച കാര്യം കിട്ടിയില്ലെങ്കിൽ ആ നിമിഷത്തിൽ തന്നെ ജീവിതത്തെ തച്ചുടയ്ക്കുന്ന മക്കളുടെ സംസ്കാരമായിരുന്നു. ആരെങ്കിലും ഒന്ന് കളിയാക്കിയാൽ വിട്ടുകൊടുക്കില്ല, ആരെങ്കിലും ഒന്ന് ചെറുതാക്കിയാൽ വിട്ടുകൊടുക്കില്ല. +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവാവ്, അവനൊരു ബൈക്കിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. എതിരെ പോകുന്ന ഒരു ബൊളേറോ ജീപ്പില് കുറെ വ്യക്തികൾ അവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ബൊളേറോ, ഈ വണ്ടിയിലുള്ള വ്യക്തികൾ, ഈ ജീപ്പിലുള്ള വ്യക്തികൾ ഈ ബൈക്കിന് പോകുന്ന പയ്യനെ കളിയാക്കിയാണ്. ഇവൻ മാക്സിമം സ്പീഡ് കൂട്ടാൻ ശ്രമിക്കുകയാണ്. അപ്പൊ സ്പീഡ് കൂട്ടിയിട്ടൊന്നും ഒരിക്കലും ഈ പയ്യന്, ഈ +2കാരന് ഇവന്റെ ബൈക്ക് കൊണ്ട് ഈ വണ്ടിയെ ഓവർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഈ വണ്ടിയിലിരുന്ന പെൺകുട്ടികളൊക്കെ ഇവനെ കളിയാക്കി ചിരിക്കാനായിട്ട് തുടങ്ങി, കൈകൊണ്ട് ആംഗ്യങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങി. ഈ വാശിക്ക് എങ്ങനെയെങ്കിലും ഈ വണ്ടിക്ക് ഓവർടേക്ക് ചെയ്യാനായിട്ട് ഈ +2കാരൻ ശ്രമിക്കുകയാണ്. അവന് വളരെ സ്പീഡിൽ ഓവർടേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ എതിർവശത്തു നിന്ന് വരുന്ന ഒരു അംബാസഡർ കാറിഞ്ഞ് വരികയാണ്. സിനിമയിലൊക്കെ കാണുന്നതിൽ ഒരു 10-20 അടി ഉയർന്ന് പൊങ്ങി ഈ ബൈക്ക് താഴോട്ട് വീണ് ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഈ 17 വയസ്സുകാരൻ മരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും, ഒരു വർഷം ഏകദേശം 4000-ഓളം പേരാണ് റോഡപകടങ്ങളിൽ മരിക്കുന്നത്. 4000-ഓളം പേർ റോഡപകടങ്ങളിൽ മരിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു കാരണം പലപ്പോഴും സൂക്ഷിച്ച് നിരീക്ഷിച്ച് നമുക്ക് കാണാൻ സാധിക്കും, അല്പം ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാനായിട്ട്, അല്പം ഒന്ന് ക്ഷമിക്കാനായിട്ട്, എതിരെ വരുന്നവനൊന്ന് കടന്നു പോയിക്കോട്ടെ, അല്ലെങ്കിൽ എന്നെക്കാളുടെ സ്പീഡ് കൂട്ടി കടന്നു വരുന്നവർക്ക് അല്പം ഒന്ന് വഴിമാറിക്കൊടുക്കാൻ നമുക്കിന്ന് തയ്യാറല്ല. അതുകൊണ്ടാണല്ലോ നമുക്കിത് പലപ്പോഴും കാണാൻ സാധിക്കുന്നത്, ചോദിച്ച കാര്യം കിട്ടിയില്ലെങ്കിൽ എനിക്കിപ്പോൾ കിട്ടണം, അതിപ്പോൾ തന്നെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ജീവൻ ഉടച്ചു കളയുമെന്ന് പേടിപ്പിക്കുന്ന മക്കളാണ്. ക്ഷമയുടെ ഗൃഹപാഠങ്ങൾ ഇനിയും നമ്മുടെ കുടുംബത്തിൽ ധാരാളം ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് മനുഷ്യർക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് പലപ്പോഴും അവർ കാണിക്കുന്ന പല പ്രവൃത്തികളും, അതായത് നീതിക്ക് നിരക്കാത്തതും അതോടൊപ്പം തന്നെ നെറിവുകേട് കാണിക്കുന്ന ധാരാളം അനുഭവങ്ങൾ നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കും. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയധികം വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, ഡിഗ്രി ഉണ്ടെന്നൊക്കെയുള്ളത് പരമസത്യമാണെങ്കിലും മറുവശം